പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തന്ത്രപരമായ ആവശ്യങ്ങൾക്കുമായി കുറഞ്ഞത് 10 ഉപഗ്രഹങ്ങളെങ്കിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ISRO ചെയർമാൻ വി നാരായണൻ ഇംഫാലിൽ നടന്ന സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. നമ്മുടെ അയൽക്കാരെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ നമ്മുടെ ഉപഗ്രഹങ്ങൾ വഴി സേവനം നൽകണം. നമ്മുടെ 7000 കിലോമീറ്റർ കടൽ തീര പ്രദേശങ്ങൾ നാം നിരീക്ഷിക്കണം. വടക്കൻ ഭാഗം മുഴുവൻ തുടർച്ചയായി നിരീക്ഷിക്കണം. ഉപഗ്രഹ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇല്ലാതെ നമുക്കത് നേടാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചു. ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇന്ത്യ അവയെ തടഞ്ഞു നിർത്തി നിർവീര്യമാക്കി. ഒടുവിൽ കര, വ്യോമ, കടൽ വഴിയുള്ള എല്ലാ സൈനിക നടപടികളും ഉടനടി നിർത്തിവെച്ചു. ചന്ദ്രയാൻ 1 ദൗത്യം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലതന്മാത്രകളുടെ തെളിവുകൾ കണ്ടെത്തിയെന്നും അങ്ങനെ ചെയ്യുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്നും ബഹിരാകാശത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഒരു ഊർജ്ജസ്വലമായ ബഹിരാകാശ ശക്തിയായി മാറുകയാണെന്നും 2040ഓടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ 34 രാജ്യങ്ങൾക്കായി 433 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ അടിയന്തര പ്രതികരണ ശേഷി വർഷങ്ങളായി വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും വി നാരായണൻ പറഞ്ഞു. മുമ്പ് ദുരന്തങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഇപ്പോൾ ടെലിമെഡിസിൻ, വിദ്യാഭ്യാസം, കാലാവസ്ഥാ പ്രവചനം, TV പ്രക്ഷേപണം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ സഹായിക്കുന്നു. കൂടാതെ ദേശീയ സുരക്ഷയ്ക്കും ദൈനംദിന സിവിലിയൻ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.